മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധം വീണ്ടും കനക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഓരോ മണിക്കൂറിലും പുറത്തുവരുന്നത്. മേഖലയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇസ്രായേലിന് നേരെ മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടുകൊണ്ട് ഹിസ്ബുള്ള ശക്തമായ കടന്നാക്രമണം നടത്തി. ഇറാന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ കടന്നാക്രമണം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇസ്രായേലിലെ അതീവ സുരക്ഷാ മേഖലയായ മെറോൺ എയർ സർവെയിലൻസ് ബേസ് ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതിനു പുറമെ ഗോലാൻ കുന്നുകളിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ 210-ാം ഡിവിഷന്റെ ആസ്ഥാനമായ നൂഫ ബേസിന് നേരെയും വലിയ തോതിലുള്ള റോക്കറ്റ് വർഷമാണ് ഉണ്ടായത്. തെക്കൻ ലെബനനിലെ ടാൾ NS എന്ന സ്ഥലത്ത് വെച്ച് ഇസ്രായേലിന്റെ അഭിമാനമായ മെർക്കാവ ടാങ്ക് തങ്ങൾ തകർത്തതായും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതായും ഹിസ്ബുള്ള അവകാശപ്പെടുന്നുണ്ട്. ഹിസ്ബുള്ള തലവൻ നഈം ഖാസിം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്ന അധിനിവേശത്തിന് തങ്ങളുടെ ഇസ്ലാമിക് റെസിഡൻസ് നൽകുന്ന സ്വാഭാവികമായ മറുപടിയാണിതെന്നും ഇത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള അവകാശമാണെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ആരും വരേണ്ടതില്ലെന്ന കടുത്ത താക്കീതും നഈം ഖാസിം നൽകിയിട്ടുണ്ട്. മാർച്ച് 3-ന് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 വർഷവും 3 മാസവുമായി ഇസ്രായേൽ മേഖലയിൽ തുടരുന്ന ആക്രമണങ്ങൾക്കെതിരെ തങ്ങൾ ഇതുവരെ പുലർത്തിയ മൗനം ഇനി ഉണ്ടാകില്ലെന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നത്. 2024 നവംബർ 27-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തുടർച്ചയായി ലംഘിച്ചുവെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം. ഈ വെടിനിർത്തൽ കാലയളവിൽ മാത്രം ലെബനനിൽ 500-ഓളം പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്നും 10,000-ത്തിലധികം തവണ കരാർ ലംഘിച്ചുവെന്നും നഈം ഖാസിം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ കടന്നാക്രമണത്തോട് ഇസ്രായേൽ പ്രതികരിക്കുന്നത് അതിലും ശക്തമായ ഭാഷയിലാണ്. ഹിസ്ബുള്ള തലവൻ നഈം ഖാസിമിന്റെ വിധി ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടേത് സമാനമായിരിക്കുമെന്ന ഭീഷണിയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉയർത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള ഈ ആക്രമണത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഒക്ടോബർ 7-ന് മുൻപുള്ള രീതിയിലുള്ള യാതൊരു വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ ലെബനനിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇസ്രായേൽ സൈന്യം ഇതിനോടകം തന്നെ തെക്കൻ ലെബനനിൽ അതിശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗത്തുള്ള ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ആശയവിനിമയ കേന്ദ്രങ്ങളും തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. ലിറ്റാനി നദിക്ക് വടക്കോട്ട് ഉടൻ മാറി താമസിക്കാൻ തെക്കൻ ലെബനനിലെ താമസക്കാർക്ക് ഇസ്രായേൽ സൈന്യം കർശനമായ അവസാന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഏത് വീടും ആക്രമിക്കപ്പെടുന്ന ഭീതിയിലാണ് ഇപ്പോൾ ആ പ്രദേശം. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഹൃദയഭാഗമായ ടെൽ അവീവിലും ഹൈഫയിലും വരെ ഭീതി പടർത്തിയിരിക്കുകയാണ്. നഗരങ്ങളിലാകെ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 ലോങ് റേഞ്ച് റോക്കറ്റുകൾ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി വന്നതിൽ 2 എണ്ണത്തിനെ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ തകർത്തെങ്കിലും ഒന്ന് ജനവാസമില്ലാത്ത സ്ഥലത്ത് പതിച്ചു. എന്നാൽ അതിർത്തി ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വീണ് ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ ഈ യുദ്ധ സാഹചര്യം പരിശോധിച്ചാൽ ഇറാൻ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് എടുത്തുചാടാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയാണ്. ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന റോക്കറ്റുകളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ ചിത്രങ്ങളും പതിച്ചിട്ടുണ്ട്. അമേരിക്കൻ എംബസിയിൽ നിന്ന് ചോർന്ന രഹസ്യ വിവരങ്ങൾ പ്രകാരം ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി തടയാൻ ലെബനൻ സർക്കാരിനോ സിറിയയിലെ പുതിയ നേതൃത്വത്തിനോ സാധിക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ വിലയിരുത്തുന്നു. കൂടാതെ സിറിയൻ അതിർത്തിയിൽ തുർക്കി സൈന്യത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്നും ഇസ്രായേൽ കരുതുന്നു. ഹിസ്ബുള്ളയുടെ തിരിച്ചുവരവ് ഇസ്രായേലിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മാസങ്ങളോളം നീണ്ട ആക്രമണങ്ങൾക്കിടയിലും ഹിസ്ബുള്ളയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം തകർന്നിട്ടില്ലെന്നാണ് ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് 13ഓളം ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തിയിൽ നടത്തിയിരിക്കുന്നത്.